ലയണൽ മെസ്സി മയാമിയിലെത്തി ക്യാമ്പിൻ്റെ കൂടെ ചേർന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അദ്ദേഹം അർജൻറ്റീന ടീമിൽ നിന്ന് ഏതാനും കുറച്ച് ദിവസം വിട്ടു നിന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു പരിക്ക് മൂലം കളിക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഇതാ രാജാവ് ടീമിൻ്റെ കൂടെ ചേർന്നിരിക്കുകയാണ്. നമുക്ക് അടുത്ത മത്സരങ്ങളിൽ അദ്ദേഹത്തെ നീലക്കുപ്പായത്തിൽ കാണാൻ കഴിയും. അദ്ദേഹം ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അർജൻറ്റീന ടീമിൻ്റെ ഒന്നും കളി കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും പൊതുവെ ആളുകൾക്കൊന്നും കമ്മിയാക്കരും. ഏത് നട്ടപ്പാതിരക്കാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടെങ്കിൽ കളി കാണും. ഇപ്പോൾ ബ്രസീലിൻ്റെ നെയ്മറിൻ്റെയും ക്രിസ്ത്യാനോൻ്റെ പോർച്ചുഗലിൻ്റെ അവസ്ഥയൊക്കെ അങ്ങനെ തന്നെ. സൂപ്പർ താരങ്ങളില്ലാന്നുണ്ടെങ്കിൽ കളി കാണുന്ന കാര്യത്തിലൊക്കെ കുറച്ച് കമ്മി തന്നെ ആയിരിക്കണം പല ആളുകളും. അപ്പോൾ ഏതായാലും കിങ് ടീമിൻ്റെ കൂടെ തിരിച്ചെത്തിക്കുകയാണ്. ഇനിയാണ് കളി. പല കാര്യങ്ങളും അദ്ദേഹം ചെയ്ത് കഴിഞ്ഞു. അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ട് 3-4 ട്രോഫികൾ നേടാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് ടീമിനെ നയിച്ചു. ഇനിയും 2026 വേൾഡ് കപ്പ് ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഏതായാലും വെനസ്വേലയ്ക്കെതിരെയാണ് അർജൻറ്റീനയുടെ അടുത്ത മത്സരം. വെനസ്വേലയിലേക്ക് പോകുന്നതിന് മുന്നേ മയാമിയിൽ പരിശീലനം നടത്താനാണ് മാനേജ്മെൻറ്റ് ഉദ്ദേശിച്ചത്. അതുമായി ബന്ധപ്പെട്ടാണ് മെസ്സി ഉൾപ്പെടെയുള്ള ടീം അവിടെ സ്റ്റേ ചെയ്യുന്നതും അവിടെ പരിശീലനം ചെയ്യുന്നതും. നമുക്ക് അർജൻറ്റീനയിൽ മെസ്സിയുടെ ഒരു തിരിച്ചുവരവ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കാണാം. അപ്പോൾ മെസ്സി ഇല്ലാത്ത അർജൻറ്റീനയുടെ കളി കാണുന്ന അവസ്ഥ പറയുമ്പോഴേ ഫാൻസിന് മെസ്സിയില്ലാത്ത കളി കാണുന്നത് വലിയ താല്പര്യം ഉണ്ടാവില്ല. അതേമാതിരി തന്നെയാണ് അർജൻറ്റീനയിൽ നിലവിൽ പ്ലേയിങ് 11-ലുള്ള താരങ്ങൾക്ക് മെസ്സി ഇല്ലെങ്കിൽ. കാരണം മെസ്സിൻ്റെ സെക്യൂരിറ്റി ഉണ്ടല്ലോ. അതായത് മെസ്സി എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ മെസ്സിൻ്റെ സെക്യൂരിറ്റി ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ മെസ്സിൻ്റെ ഏത് സെക്ഷനുകളിലും മെസ്സിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമ്മളെ ഡീപ്പോള്. അപ്പോൾ അദ്ദേഹം കുറച്ച് മുന്നേ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെസ്സിക്ക് വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും കളിക്കുന്നത്. മെസ്സി എപ്പോഴും ഉയരത്തിലെത്തി കാണാൻ, അല്ലാന്നുണ്ടെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ മെസ്സിയുടെ ഫോട്ടോ ഫസ്റ്റ് പേജിലൊക്കെ കാണാനാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രസ്താവനയുമായിട്ട് ഡീപ്പോൾ ഇപ്പോൾ കുറച്ച് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെസ്സി അത്രയും വലിയ ലെവലിലാണ് അർജൻറ്റീന ടീമിലുള്ളവർ തന്നെ കാണുന്നത്. അപ്പോൾ പിന്നെ മെസ്സി അത്രയും ഇഷ്ടപ്പെട്ടുന്ന ഫാൻസിൻ്റെ കാര്യം പറയണോ? അർജൻറ്റീനയിൽ മെസ്സി കളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബ്രസീലിൽ നെയ്മർ കളിക്കുന്നില്ല എങ്കിൽ ബ്രസീൽ ഫാൻസിൻ്റെ ഒക്കെ അവസ്ഥ. അപ്പോൾ ഏതായാലും ലയണൽ മെസ്സി കിങ് തിരിച്ചെത്തിക്കുകയാണ്. നമുക്ക് ഒരു മികച്ചൊരു മത്സരം, 2 മത്സരങ്ങളാണ് അർജൻറ്റീനയുടെ ഈ ഒരു മാസങ്ങളിൽ വരുന്നത്. വേൾഡ് കപ്പ് ക്വാളിഫയർ നല്ലൊരു മികച്ച മത്സരം കാണാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.